ലിയോയ്ക്ക് മേളിൽ ഇന്റർവെൽ പഞ്ച് ലിയോയ്ക്കും ഇല്ല, വിക്രമിന് മേളിലും ഇല്ല. രജനീകാന്തിനെ എത്രത്തോളം മാസാക്കാൻ നോക്കിയിട്ടും കണക്ട് ആവുന്നില്ല ബ്രോ. നാഗാർജുനയുടെ കുറേ ഷോ, അത് തെലുങ്കിലെ ഷോ അറിയാമല്ലോ, ആ ഷോ തന്നെയാണ്. എന്തോ കുറച്ച് എനിക്ക് കണക്ഷൻ ഒന്നും കിട്ടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇനിയപ്പോൾ അതെല്ലാം കൂടെ സെക്കൻഡ് ഹാഫിൽ കൊണ്ട് അടിച്ച് കയറുമായിരിക്കും. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കും. തലവരുടെ അറിയില്ല, ഒരു 74 വയസ്സായ ഒരാളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത്രയും മാക്സിമം ചെയ്തിട്ടുണ്ട്. തലവൻ്റെ വിളയാട്ടം. ഇനി നമുക്ക് നോക്കണം എങ്ങനെ സെക്കൻഡ് ഹാഫ് എങ്ങനെ പോകുന്നത്. പക്ഷേ നാഗാർജുനെ സ്റ്റൈലിഷ് ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സൗബിനും കുഴപ്പമില്ല, പക്ഷേ നമുക്ക് ആ ഒരു പഞ്ച് കിട്ടിയില്ല. അതിന് സെക്കൻഡ് ഹാഫ് നോക്കണം എങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ തകർക്കാൻ, ചിലപ്പം ഡൗൺ ആവാം. എന്തായാലും നോക്കണം. ഫസ്റ്റ് ഹാഫ് നാഗാർജുനെ സ്റ്റൈലിഷ് ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമുക്ക് മാക്സിമം നോക്കണം സെക്കൻഡ് ഹാഫ് എങ്ങനെയാണെന്നുള്ളത് വെച്ചിട്ടാണ്. ലിയോയ്ക്ക് മേളിൽ ഇൻ്റർവെൽ പഞ്ച് ലിയോയ്ക്കും ഇല്ല, വിക്രമിന് മേളിലും ഇല്ല. പക്ഷേ മൊത്തത്തിൽ ഓക്കെയാണ്. സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് എങ്ങനെയാണെന്ന് പറയാം. ബ്രോ, നമ്മൾ വിചാരിച്ച കണക്കുള്ള ഈ പടത്തിന് അതാണ് പറഞ്ഞത്, ആദ്യമേ ഈ വലിയ ഹൈപ്പ് വിതറാൻ പാടില്ല. ഈ ലോകീയുടെ പടം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വിക്രം പടം കണ്ടല്ലോ, ഒരു വേറെ ലെവൽ പടമായിരുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നാലും അതിൽ വില്ലനാണ് ഏറ്റവും കൂടുതലും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ സൗബിന് നമ്മളെ മലയാളത്തിലെ നടനാണ്, അഭിനയിക്കാറുണ്ട്. പക്ഷേ രജനീകാന്തിനെക്കാട്ടി നല്ല രീതിയിൽ സൗബിന് അഭിനയിക്കുന്നുണ്ട്. പിന്നെ ഓരോ ആക്ഷനും ഓരോ എന്താ പറയുക, ഫൈറ്റ് സീനായിരുന്നാലും ഓരോ ഡയലോഗ് ഇതൊക്കെ ആയിരുന്നാലും ശരി തന്നെയാണ്, അത്രത്തോളം കണക്റ്റായിട്ട് വന്നിട്ടില്ല. ഇതിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതലും നമ്മുടെ വിനായകനെ നമ്മൾ മിസ് ചെയ്തു ഈ പടത്തിൽ. വിനായകനുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ നാഗാർജുനയുടെ കുറേ ഷോ, അത് തെലുങ്കിലെ ഷോ അറിയാമല്ലോ, ആ ഷോ തന്നെയാണ്. പിന്നെ നമ്മളെ മലയാളി എന്നൊരു നിലയിൽ നമുക്ക് സൗബിന് ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയാൽ നമുക്കൊരു അഭിമാനിക്കാം. സെക്കൻഡ് ഹാഫ് എങ്ങനെയാണെന്ന് നമുക്ക് ഇനിയിപ്പോൾ കണ്ടറിയാം. ലിയോ കിടിലോ അല്ലേ ഇത്. രജനീകാന്തിനെ എത്രത്തോളം മാസാക്കാൻ നോക്കിയിട്ടും കണക്ട് ആവുന്നില്ല ബ്രോ. വിനായകൻ കൊള്ളാൻ ചേട്ടാ, കുഴപ്പമൊന്നുമില്ല, നല്ല പടം. ഫസ്റ്റ് ഹാഫ് ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാണ്. അനിയുടെ ബാക്ക്ഗ്രൗണ്ട് സൂപ്പറാണ്. പിന്നെ ഫുള്ള് കഥയാണ്. ഫസ്റ്റ് ഹാഫ് ഫുള്ള് കഥയാണ് പറയുന്നത്. സെക്കൻഡ് ഹാഫിന് വെയിറ്റ് ചെയ്യുക. സെക്കൻഡ് ഹാഫ് ഉണ്ടെന്ന് നമ്മളൊരു ഭയങ്കരമായിട്ടൊരു ഇതിൽ നിർത്തിയേക്കുക പടം. ആ പാട്ട് അടിപൊളിയല്ലേ, സൂപ്പറാണ്. സൗബിൻ്റെ ഡാൻസ് പൊളിയാണ്. അല്ല ചേട്ടാ, ഫസ്റ്റ് ഹാഫ് ആയതല്ലേ ഉള്ളൂ, സെക്കൻഡ് ഹാഫ് കാണുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഹാഫ് അല്ലോ, സെക്കൻഡ് ഹാഫ് ബാക്കി പറയാം. കൊള്ളാം, അടിപൊളിയായിരുന്നു. അടിപൊളി, കിടിലം സൂപ്പറാണ്. സൗബിൻ്റെ അടിപൊളി, ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട്. ഇൻ്റർവെല്ലിൻ്റെ കത്തിയേക്കാണ് കയറും. തലവൻ്റെ വിളയാട്ടം കൊള്ളാം, അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് എന്തോ കുറച്ച് എനിക്ക് കണക്ഷൻ ഒന്നും കിട്ടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇനിയപ്പോൾ അതെല്ലാം കൂടെ സെക്കൻഡ് ഹാഫിൽ കൊണ്ട് അടിച്ച് കയറുമായിരിക്കും. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. സൗബിന് നല്ലൊരു എൻട്രിയാണ് കിട്ടിയിരിക്കുന്നത്. നാഗാർജുനയും കുഴപ്പമില്ല, പക്ഷെ എന്തോ പുള്ളിയുടെ നമുക്ക് ആ ഒരു ഗൂസ്ബംസ് സംഭവം വരുന്നില്ല, ഇതുവരെ വന്നിട്ടില്ല. തലവരുടെ അറിയില്ല, ഒരു 74 വയസ്സായ ഒരാളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത്രയും മാക്സിമം ചെയ്തിട്ടുണ്ട്. ലിയോയുടെ ഫസ്റ്റ് ഹാഫിൻ്റെ ഫസ്റ്റ് ഹാഫ് നോക്കുമ്പോൾ ഇതൊന്നുമല്ല കേട്ടോ. ലിയോ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര എൻഗേജിങ് ആയിട്ട് കിടിലായിട്ട് പൊയ്ക്കൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ അതുമായിട്ട് നമുക്ക് എന്തോ ഇനിയിപ്പോൾ സെക്കൻഡ് ഹാഫിൽ അടിച്ച് കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു. പതിഞ്ഞ താളത്തിലാണ് പോകുന്നത് ഫസ്റ്റ് ഹാഫ്. ഇനി സെക്കൻഡ് ഹാഫിൽ കുറേ കൂടെ സ്പീഡ് കൂട്ടി പോയി കഴിഞ്ഞാൽ കുറേ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുമായിരിക്കും.